ഗുഡ് മോർണിംഗ്, ശുഭദിനം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ടോക്കുമായിട്ടാണ്. എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട്, എൻ്റെ കൂട്ടുകാരും എൻ്റെ മക്കളും എൻ്റെ നല്ല സുഹൃത്തുക്കളൊക്കെ ആയവർക്കും എന്നെ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു ചെറിയ എൻ്റെ അറിവ് പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി നമ്മൾ ശീലിച്ച കാര്യങ്ങൾ, നമ്മളുടെ വീട്ടിൽ നമ്മുടെ അമ്മയും ഒക്കെ ചെയ്തു തന്ന കാര്യങ്ങൾ, രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ തരും, അല്ലെങ്കിൽ കോഫി തരും, അല്ല കുട്ടികളാണെങ്കിൽ അവർക്ക് പാൽ കൊടുക്കും. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത ടൈമിൽ കഴിക്കണം. 8 മണിക്കോ 9 മണിക്കോ ചിലപ്പോൾ 10 മണിക്കോ, അങ്ങനെ മാറി മാറി ഓരോരുത്തരും ഓരോ ടൈമിൽ കഴിക്കും. അപ്പം നമ്മൾ കഴിച്ചു വന്ന ശീലങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നില്ലെങ്കിൽ പുട്ടായിരിക്കും. ഞങ്ങളുടെ കാലത്തൊക്കെ പുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗോതമ്പിൻ്റെ പുട്ട്. ഇപ്പോൾ അരിപ്പുട്ട്, ദോശ, ഇഡ്ഡലി, പിന്നെ പത്തിരി, അങ്ങനെ പല ഉപ്പുമാവ്, ചപ്പാത്തി, പല 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 ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ഓടിക്കളിക്കാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ കളിക്കും. നമ്മൾ ഞാനൊക്കെ പെൻസിൽ പോലെ ഇരുന്നതാണ്. ഒരു ഇച്ചിരി വണ്ണം വയ്ക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ശരീരത്തിൽ പിടിക്കില്ല. കാരണം നമ്മളെപ്പോഴും നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എക്സസൈസ് അല്ലേ. നമ്മളുടെ ബോഡിയിൽ ഈ ഫാറ്റൊന്നും വന്ന് അടിയുന്നില്ല. കളി, ഓട്ടം, മരത്തെ കയറൽ, അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, നെയ്ബേഴ്സ് പിള്ളേരുണ്ടാവും, അവരെ കൂടി കളിക്കൽ. നമ്മളങ്ങനെ ഒരു ഏജ് വരെയും നമ്മളങ്ങനെ കളിച്ച് നടക്കുമ്പോൾ നമ്മളുടെ ശരീരം എപ്പോഴും ഇങ്ങനെ സ്ലിമ്മായിട്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു ടൈമുണ്ട്. എപ്പോഴാണ് നമ്മൾക്കൊരു 10, 30, 35 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കഴിച്ച സംഭവങ്ങളെല്ലാം നമ്മുടെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ആവും. അപ്പോഴാണ് നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ ഇങ്ങനെ വരാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു 40 വയസ്സ് 35 വയസ്സ് വരെ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. അതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് ഞാൻ ലുലുവിൽ ഫസ്റ്റ് ലുലു കാണാൻ പോകുമ്പോഴത്തേക്കും, ഞങ്ങളുടെ അടുത്ത് തന്നെ ലുലു, ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ സൂപ്പർവൈസറായിരുന്നു. അപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ കൂടി ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ ലുലു കാണാനായിട്ട് പോയി. ലുലു കാണാൻ പോയി, പർച്ചേസിങ് ഉണ്ടല്ലോ. എന്തെന്നത് അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി. അതിൻ്റെ അകത്ത് ഞാൻ കയറി. എനിക്ക് പേടിയാണ് ഈ ലിഫ്റ്റ് പിന്നെ അതുപോലെ ബ്രിഡ്ജ് എന്നൊക്കെ പറയാം, ഊഞ്ഞാലെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കുറച്ച് നാളിൽ അങ്ങനെയാണ്. അതിൽ കയറിയപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങ് തുടങ്ങി. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പേടി. അങ്ങനെ തന്നെ അവിടെ ഒരു ചെക്കപ്പിനുള്ള ഒരു സംവിധാനം, ഈ പ്രഷറിൻ്റെ ഒരു മെഷീൻ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറേ, നമുക്കതെല്ലാവർക്കും കൂടി കാണാം, അത് നമുക്ക് പോയി ചെക്ക് ചെയ്യാം, ഫ്രീ അല്ലേ, വാ എന്ന് പറയും. ഫസ്റ്റ് ഞാൻ ഓടിക്കയറി ചെക്ക് ചെയ്തു. എൻ്റെ പ്രഷർ 250 അങ്ങനെ എന്തോ ഹൈയിൽ നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നെ മാഡം, നിങ്ങൾക്ക് ഭയങ്കര പ്രഷറാണല്ലോ, നിങ്ങളിപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചാടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഹൈ പ്രഷർ. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് നടക്കുമ്പോൾ എനിക്ക് ഒരു ചെസ്റ്റിൽ ഇടയ്ക്കൊന്ന് സൂചി കൊണ്ട് ഇങ്ങനെ കുത്തണ പോലെ എനിക്ക് ഭയങ്കര കതപ്പുണ്ട്. അത് നടന്നിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര കതപ്പും വരും. ഞാൻ അങ്ങനെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഡോക്ടറിനെ കണ്ടു ഞാൻ പോയിട്ട്. അപ്പോൾ ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറയണത്, ഇയാൾക്ക് ഇത് കൂടുതലാണ്, കൊളസ്ട്രോള് കൂടുതലാണ്. എല്ലാം ചെക്ക് ചെയ്തു, ബ്ലഡും ഇതൊക്കെ ചെക്ക് ചെയ്തു, പ്രഷർ നോക്കി. അപ്പം പ്രഷറും കൂടുതലാണ്, കൊളസ്ട്രോളും ബോർഡറിൽ നിൽക്കുക. എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു ഡയറ്റിൻ്റെ ഇത് തന്നു, ഇത്രയേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഏത് കഴിച്ച് ഉള്ള മരുന്ന്, പ്രഷറും കൊളസ്ട്രോളിൻ്റെ മരുന്നൊക്കെ ഞാൻ രാവിലെ വൈകുന്നേരമൊക്കെ വാരി തിന്ന് എൻ്റെ തടി കൂടണമല്ലാണ്ട് എനിക്ക് ഇതൊന്നും കുറയണില്ല. ഞാൻ ഡെയിലി മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, നമ്മൾ ഹെൽത്ത് നോക്കുമ്പോൾ ഇപ്പം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ ഈ
ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ചായ കുടിക്കണ പതിവുണ്ടല്ലോ, അതൊന്നും മാറ്റി പിടിക്കുക. ചായ പഞ്ചസാര ഉപേക്ഷിക്കുക. കുറേശ്ശെയായിട്ട് ഉപേക്ഷിക്കുക. രാവിലത്തെ മാറ്റി വൈകിട്ടത്തെ മാറ്റി അത്യാവശ്യം വല്ലപ്പോഴും ഒരു ചായ കുടിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ മരുമോന് ഒരു ഷുഗർ പേഷ്യൻ്റായിരുന്നു. അവന് അത്യാവശ്യം ഷുഗറുള്ളൊരു മനുഷ്യനായിരുന്നു. അവൻ ഒരു ഹെർബാ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. 2018 തോന്നുന്നു. ഞാൻ 2018 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരൻ പോയി ഒരു 2-3 മാസം കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ മരുന്നും ഈ പൊക്കിളിൽ ഇഞ്ചക്ഷൻ ചെയ്യുക, കണ്ടമാനം ഭക്ഷണം കഴിക്കുക, വിശപ്പ് തീരില്ല, അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടായിരുന്നു. അപ്പം എൻ്റെ മരുമോൻ എന്നോട് പറഞ്ഞു, എന്നോടും അവൻ്റെ ഭാര്യ എൻ്റെ മകളോടും പറഞ്ഞു, ഇത് ഫോളോ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്കും ഇതുപോലെ കുറച്ച് വെയിറ്റ് കൂടാൻ തുടങ്ങി, കാലിനൊക്കെ വേദന തുടങ്ങി, പിന്നെ യൂട്രസിൽ ഒരു ചെറിയ ഫൈബ്രോയിഡിൻ്റെ ഒരു പരിപാടിയൊക്കെ ആരംഭിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുള്ളിക്കാരത്തി ആദ്യം പോയി. ഞങ്ങളുടെ ഫാമിലി മൊത്തം എൻ്റെ മോളെല്ലാം അതിലേക്ക് പോയി. ഞാനും പോയി 2018. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനൊന്ന് പറയട്ടെ, ഞാൻ മാസം റിനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഒത്തിരി പൈസ ചിലവാക്കുന്നവളായിരുന്നു. എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മെയിനായിട്ടുള്ളത് നെഞ്ചെരിച്ചിൽ. വൈകിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. രാത്രി പാതിരാക്ക് എഴുന്നേറ്റ് ഞാൻ ഒരുപാട് മെഡിസിൻ, ഞാൻ ആയുർവേദ ഇതൊക്കെ കഴിച്ചിട്ട് എനിക്ക് യാതൊരു കുറവില്ല, കൂടുതലാണ്ട് കുറവില്ല. പിന്നെ ചെറിയ ജീരകം വറുക്ക്. എൻ്റെ പിള്ളേരൊക്കെ രാത്രി എഴുന്നേറ്റ് വരും ഈ സ്മെല്ല് കേട്ടിട്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എൻ്റെ മോനെ എഴുന്നേറ്റ് വരും. അപ്പോൾ എന്താ പറയുക, നെഞ്ചരിച്ചിലെടുക്കണം. മമ്മി വിളിക്കായിരുന്നില്ലേ എന്ന് എൻ്റെ മോൻ ചോദിക്കും. ഞാൻ ഈ സാധനം ഇങ്ങനെ വറുത്ത് ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ട് കിടക്കും കുറേ നേരം, ഉറങ്ങാതെ ഇങ്ങനെ ഞാൻ മരിച്ചു പോകണമെന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിവർന്നൊക്കെ ഞാൻ ഇങ്ങനെ കൈകൊട്ടിയൊക്കെ പിടിക്കും, മരിച്ചു പോകണമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞാൻ അത്ര അവസ്ഥയിൽ. പിന്നെ എനിക്ക് കാല് വേദന, എൻ്റെ അടിവയറിൽ, എൻ്റെ യൂട്രസിനകത്ത് 2 ഫൈബ്രോയിഡ്, ഇത്രയും സാധനങ്ങൾ. എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം, പറഞ്ഞാൽ തീരാത്ത അത്രയും അസുഖങ്ങൾ. എനിക്ക് ഷുഗറില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായി. അപ്പം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുക, നമ്മളുടെ ബോഡിക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളത് കുറയ്ക്കുക. അതിനുള്ള അതാണ് ഈ പറഞ്ഞു തരുന്നത്. അതിന് നമ്മൾ പട്ടിണിയൊന്നും കിടക്കണ്ട. പട്ടിണി കിടക്കാതെ കൊണ്ട് നമ്മളെ കൊണ്ട് അവർ അത് ചെയ്യിപ്പിച്ച്, അവിടെ ഫുഡാണ്, ആയുർവേദിക് ഫുഡാണ് ഹെർബാ ലൈഫ് എന്ന് പറയുന്നത്. അല്ല മരുന്നോ മന്ത്രമോ ഒന്നുമല്ല. നമ്മൾ ഒരു പാരസിറ്റമോളോ ഒരു ഡോളോ കഴിച്ചാൽ നമുക്ക് നെഞ്ചരിച്ചിലെടുക്കും. എനിക്കെടുക്കാറുണ്ട്, വയറ് കത്തും, ഭയങ്കര വിശപ്പ്. പക്ഷേ ഇത് കഴിച്ച് നമ്മൾ രാവിലെ കഴിച്ചാൽ നമ്മൾക്ക് ഉച്ചവരെ നമുക്ക് ഒരു കുഴപ്പമില്ല. അവർ പറയുന്ന അത്ര വെള്ളം, ഇപ്പോൾ ചിലവരുടെ വെയിറ്റ് അനുസരിച്ച് 3 ലിറ്റർ വെള്ളം പറയും, ചില 4 ലിറ്റർ വെള്ളം പറയും, ചിലപ്പോൾ അതിൽ കുറച്ചൊക്കെ പറയും. ഓരോ വെയിറ്റിനനുസരിച്ച് എന്നോട് 3 ലിറ്റർ വെള്ളം കഴിക്കാൻ പറയും. ഞാൻ 3 ലിറ്റർ വെള്ളം സിപ്പായിട്ടാണ് ഈ 3 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കുന്നത്. പക്ഷെ നമ്മൾ പണ്ടൊക്കെ വെള്ളം കുടിച്ചാൽ ഇങ്ങനെ ഒരു കുപ്പി എടുക്കുക, ഇങ്ങനെ കമത്തുക, അങ്ങോട്ട് എന്നും പറഞ്ഞ് നമ്മൾ കുടിക്കുക. ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ജോലി എടുക്കുന്നത്, എനിക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം എടുത്തു വെച്ച്, നമുക്കൊരു വലിയ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അങ്ങനെ വെള്ളം കുടിക്കുക. നമ്മൾ വല്ലപ്പോഴും ഒന്ന് പോയിട്ട് ആ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മൊത്തമായിട്ട് കുടിക്കും. അങ്ങനെയല്ല, അവർ പറയുന്നത് നമ്മൾ സിപ്പായിട്ട് വെള്ളം, നമ്മളുടെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ നമ്മളെപ്പോഴും കരുതി വെക്കുക, നമ്മളത് കുടിക്കുക. അതെ, ഞാൻ എപ്പോഴും ഈ വെള്ളം ആണ് എടുത്തു വെച്ചിട്ട് ഞാൻ കഴിക്കുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ ഈ വെള്ളം ഇങ്ങനെ കുറേശ്ശെ നമ്മൾ കുറേശ്ശെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം, നമ്മളൊരു 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സായി ഇനി എന്ത് അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല. നമ്മളൊരു ജീവിക്കുന്നതൊരു 10 ദിവസമാണെങ്കിലും 10 വർഷമാണെങ്കിലും നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുക. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെറിയ എക്സസൈസുകൾ, ഇപ്പോൾ പ്രായമുള്ളവർക്ക് ഓടിപ്പോയിട്ട് ഹെൽത്ത് ക്ലബ്ബിൽ പോയിട്ട് അങ്ങനെ വെയിറ്റ് പൊക്കി അതൊന്നും പറ്റില്ല.
നമ്മൾ കുറേ ഇങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നിട്ടും കാര്യമില്ല, മുട്ടുകാല് തേഞ്ഞ് പോകുമല്ലാണ്ട് നമ്മൾ ഉള്ള സ്ഥല പരിമിതികളുണ്ട് നമുക്ക്. ചിലപ്പോൾ ടെറസിൻ്റെ മുകളിലായിരിക്കും ഞാൻ ചെയ്യുന്നതാണ്. ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നല്ല സ്പീഡിൽ വയറൊക്കെ കൈയും കാലൊക്കെ വീശി ഒന്ന് നടക്കുക. അതിനുശേഷം നമുക്ക് പറ്റുന്ന എക്സസൈസുകളുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഇതിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഒത്തിരി ഇത് കിട്ടുന്നുണ്ട്, യൂട്യൂബിലുമൊക്കെ കിട്ടുന്നുണ്ട് വ്യായാമങ്ങൾ. ഇത്ര വയസ്സിൽ ചെയ്യുന്നവർ, ഇത്ര വയസ്സിൽ ചെയ്യേണ്ടവർ, 60 വയസ്സ് ചെയ്യേണ്ടത്, 40 വയസ്സ് ചെയ്യേണ്ടവർ, കുട്ടികൾ ചെയ്യേണ്ടത് എല്ലാം ഉണ്ട്. ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ ചെറിയ എക്സസൈസുകൾ ഒരു അരമണിക്കൂർ ചെയ്താൽ മതി. നമ്മളുടെ സമയം പോലെ നമുക്ക് സമയമില്ലാത്തവർക്ക് ഒരു അരമണിക്കൂർ ചെയ്യാം, പക്ഷേ 20 മിനിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ എക്സസൈസ് ചെയ്യേണ്ടതുകൊണ്ട് യാതൊരു നമ്മളുടെ ബോഡി മസിൽസൊക്കെ നല്ല ടൈറ്റാകും. നമുക്ക് ഭയങ്കര രാവിലെ ഒരു പ്ലസൻറ്റ് മൈൻഡാണ് നമുക്ക്. ഈ എക്സസൈസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഒരു മൂഡാണ്. നമ്മളുടെ തലച്ചോറും ഇതാവണം, നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യും. ഇതിലെല്ലാം നമ്മൾ കിടന്ന് ഇങ്ങനെ ഉറങ്ങി കുറേ നേരം ഇങ്ങനെ ഫോണും നോക്കി അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ടി വിയും കണ്ട് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് ഗുഡ് ഹാബിറ്റും ഗുഡ് ഹെൽത്തും. നമ്മളുടെ ഹാബിറ്റുകളൊക്കെ നല്ല രീതിയിലായി കഴിഞ്ഞാൽ നമ്മളുടെ രാവിലെ നമ്മളുടെ ഒരു പ്രഭാതം, നമ്മൾ ഓഫീസിൽ പോയാലും നമ്മൾ വീട്ടിലിരുന്നാലും നമ്മളെവിടെ പോയാലും നമുക്ക് ഒരു ഹാപ്പിനെസ്സാണ്. നമ്മളുടെ മുഖത്തിന് നല്ല ഒരു ഗ്ലോ വരും. ഈ ഫുഡ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗ്ലോയാണ് എനിക്കിത്. ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, സത്യമായിട്ട് പറയുവാണ്. എൻ്റെ മകളും എൻ്റെ മരുമകനുമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചായയും കാപ്പിയൊക്കെ ഉപേക്ഷിക്കുക. അത്യാവശ്യം വേണമെങ്കിൽ 1-2 കഴിക്കാം, പക്ഷേ എപ്പോഴും 5ഉം 10ഉം ചായ കുടിക്കുന്നവരുണ്ട്. പഞ്ചസാര ഇങ്ങനെ കലക്കി കുടിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഞാൻ നിർത്തട്ടെ. ഇനി ബാക്കിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാം. ഞാൻ വേറൊരു ദിവസം വന്ന് പറയാം കേട്ടോ. എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇല്ലേ, അതായത് നമ്മുടെ ചോറ്, മൈദ, റവ, പിന്നെ റാഗി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറേശ്ശെ ഉപേക്ഷിക്കുക. നമ്മൾ രാവിലെ ദോശ, ഉച്ചക്ക് ചോറ്, ഞാനൊക്കെ അങ്ങനെ കഴിച്ചിരുന്ന ആളാണ്. രാവിലെ ദോശ, പുട്ട്, പിന്നെ ഉച്ചക്ക് അത് തന്നെ വീണ്ടും അരിയുടെ ഭക്ഷണം, കുറേ ചോറ് കഴിക്കും. പറ്റുമെങ്കിൽ വൈകുന്നേരം രാത്രിയിലും ചോറ് കഴിക്കും. അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഓരോ ശീലങ്ങൾ, നമുക്ക് നല്ല ഒരു കോച്ച് ഉണ്ട്, അതിൽ അവർക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അവർക്ക് എന്താണ് നമ്മൾ കഴിക്കേണ്ടതെന്നും നമ്മൾ എങ്ങനെ അവരെ ഫോളോ ചെയ്യണം എന്നുള്ളത് അവർ നമ്മൾക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൈസ കൊടുക്കണ്ട. ഞാൻ ഹോസ്പിറ്റലിൽ പോകാറേ ഇല്ല, ഉള്ളത് പറയുക കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല. മാസം പോയിട്ട് അവർ പറയും, നമ്മൾ ചെല്ലുമ്പോൾ ആ ചെക്കപ്പ് ചെയ്യണം, ഈ ചെക്കപ്പ് ചെയ്യണം, ഒന്ന് പിന്നെ കൊളസ്ട്രോൾ ഉണ്ട്, ഒന്ന് ഡോക്ടർ പറയുള്ളൂ, ഒന്ന് ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ എത്ര പൈസ നമ്മൾക്കാവും? കാലുവേദനയുണ്ട്, അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യണം. ഇനി കോൺസ്റ്റിപ്പേഷനുണ്ട്, അപ്പം ഒന്ന് ഇൻഡോസ്കോപ്പി ചെയ്യണം. ഇതിനൊക്കെ പൈസ നമ്മൾ കൊടുക്കണം ഇല്ലേ? അപ്പോൾ അതിന് നല്ലത് നമ്മളുടെ ചെറിയ ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം നല്ലപോലെ നിലനിർത്താം. ഞാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇത്രയെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഇരിക്കുന്നതിൻ്റെ സത്യസന്ധമായ കാരണം ഇത് തന്നെയാണ്. അത് നിങ്ങളെല്ലാവരും അനുകരിക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ നിങ്ങളെ ഭയങ്കര ഫോഴ്സ് ചെയ്യണേയല്ല. ചേച്ചി ആണ്, ഞാൻ അമ്മയാണ്, അമ്മമ്മയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം, മക്കളെല്ലാവരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ.